ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, നമുക്കൊരു ക്വസ്റ്റ്യൻ. ഫോർ എ റിയാക്ഷൻ A plus B gives product. A rate law is given by R is equal to K into molar concentration of A raised to half into B raised to 2. What is order of the reaction? ഈ റിയാക്ഷന്റെ ഓർഡർ കണ്ടുപിടിക്കുക. റേറ്റ് ലാ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷന്റെ ഓർഡർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഡർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓർഡർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ് അല്ലെ. കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സം ആണ്. സോ അപ്പൊ ഇതിന്റെ പവർ എത്രയാ? ഹാഫ്. ഇതിന്റെ പവർ 2. ദാറ്റ് ഈസ് 2.5. ഇങ്ങനെയാണ് നമ്മൾ റിയാക്ഷന്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത്. റേറ്റിലെ എക്സ്പ്രഷനില് കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സം കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ റിയാക്ഷന്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എ പ്ലസ് ബി ഈസ് പ്രോഡക്റ്റ്. അതിന്റെ റേറ്റിലാണ് തന്നിരിക്കുന്ന R is equal to K into molar concentration of A raised to half into B raised to 2 എന്നാണ്. സോ അപ്പോൾ ഓർഡർ x plus y half plus 2 that is 2.5. അടുത്ത ക്വസ്റ്റ്യൻ. കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ് x to y follows second order kinetics. If concentration of x is increased by 3 times, how will it affect rate of formation of y? ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് ഒയ് ആയി മാറുന്നു. എക്സ് ഒയ് ആയി മാറുന്നു. ആ റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് അനുസരിച്ചാണ്. അതിന്റെ ഓർഡർ സെക്കൻഡ് ആണ്. 2 ആണ്. ഓർഡർ 2 ആണ് എങ്കിൽ എക്സിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ 3 ടൈംസ് കൂട്ടിയാൽ അത് റേറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യും? എക്സ് ഒയ് ആയി മാറുന്ന റിയാക്ഷന്റെ ഓർഡർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ 3 ടൈംസ് കൂട്ടിയാൽ അത് ഓർഡറിനെ എങ്ങനെ അഫക്ട് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എക്സ് ഒയ് ആയി മാറുന്നതാണ് റിയാക്ഷൻ. അത് ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പൊ നമുക്ക് റേറ്റ് ലാ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് 2. നമ്മൾ റേറ്റ് ലാ എക്സ്പ്രഷൻ എഴുതി. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു 2 എന്ന് എഴുതി. സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 കൊടുത്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിന്റെ കോൺസെൻട്രേഷൻ 3 ടൈംസ് കൂട്ടുകയാണ്. എക്സിന്റെ കോൺസെൻട്രേഷൻ 3 ടൈംസ് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ആദ്യത്തെ എക്സിന്റെ കോൺസെൻട്രേഷൻ എക്സ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് 3 ടൈംസ് കൂട്ടുമ്പോഴോ 3 ടൈംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസസ് കോൺസെൻട്രേഷൻ എത്രയാകും? 3x ആകില്ലേ? ആദ്യം ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ എക്സ് ആണ്. അത് 3 ടൈംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതെന്തായി മാറി? 3x ആയി മാറി. അത് നമ്മൾ റേറ്റിൽ കൊടുത്ത എങ്ങനെ വരും? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സിന്റെ സ്ഥലത്ത് എത്ര കൊടുക്കും? 3x. പവർ കൊടുത്തു, ഓർഡർ കൊടുത്തു. എക്സിന്റെ സ്ഥലത്ത് കോൺസെൻട്രേഷൻ എക്സ് ആയിരുന്നത് 3 ടൈംസ് ഇൻക്രീസ് ചെയ്തപ്പോ 3x ആയി. അപ്പോഴെന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എന്താ? 3യുടെ സ്ക്വയർ ആയപ്പോ 9k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു 2. ശരിയാണോ? 3യുടെ സ്ക്വയർ 9. അപ്പോഴെന്താ റേറ്റിന് എന്താ സംഭവിച്ചത്? ആദ്യം k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു 2. ഇപ്പോ 9k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു 2. റേറ്റിന് എന്ത് സംഭവിച്ചു? റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 9 ടൈംസ്. എക്സിന്റെ കോൺസെൻട്രേഷൻ 3 ടൈംസ് ഇൻക്രീസ് ചെയ്തപ്പോ റേറ്റ് എന്ത് ചെയ്തു? 9 ടൈംസ് ഇൻക്രീസ് ചെയ്തു. റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 9 ടൈംസ്. റേറ്റ് 9 ടൈംസ് ഇൻക്രീസ് ചെയ്തു. നോക്കാം ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. എക്സ് ഒയ് ആയി മാറുന്ന റിയാക്ഷൻ ഏത് ഓർഡർ അനുസരിച്ചാ? സെക്കൻഡ് ഓർഡർ അനുസരിച്ചാണ്. സോ അപ്പൊ നമ്മൾ റേറ്റ് എഴുതി. കെ ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു ഓർഡർ സെക്കൻഡ് ആയതുകൊണ്ട് 2. ഇനി നമ്മൾ നോക്കിയപ്പോ എക്സിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തിരിക്കുന്നു? 3 ടൈംസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. സോ ഇനിഷ്യലി ഉള്ള കോൺസെൻട്രേഷൻ എക്സ് ആണ്. 3 ടൈംസ് ഇൻക്രീസ് ചെയ്തപ്പോ അത് 3x ആയി. അപ്പൊ എക്സിന്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തു? 3x കൊടുത്തു. സോ അപ്പോഴ് എന്താ? 9k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് 2 എന്ന് വന്നു. ആദ്യം k ഇൻറ്റു എക്സ് റൈസ് ടു 2. ഇപ്പോ 9k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോൺസെൻട്രേഷൻ 3 ടൈംസ് ഇൻക്രീസ് ചെയ്തപ്പോ റേറ്റ് 9 ടൈംസ് ഇൻക്രീസ് ചെയ്തു.
എക്സിന്റെ കോൺസെൻട്രേഷൻ 3 times ഇൻക്രീസ് ചെയ്തപ്പോൾ റേറ്റ് 9 times ഇൻക്രീസ് ചെയ്യുന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. സോ അടുത്ത് നമ്മൾ പഠിക്കുന്നത് മോളിക്കുലാരിറ്റിയാണ്. മോളിക്കുലാരിറ്റി നമുക്കറിയാം, ഒരു റിയാക്ഷൻ നടക്കുന്നത് റിയാക്ടന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷൻ വഴിയാണ്. എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു കൊളിഷൻ ബിറ്റ്വീൻ റിയാക്ടന്റ് മോളിക്യൂൾ. റിയാക്ടന്റ് മോളിക്യൂൾ തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കാൻ കൂട്ടിയിടിക്കേണ്ട ആറ്റംസിന്റെയോ മോളിക്യൂൾസിന്റെയോ അയോൺസിന്റെയോ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാരിറ്റി. നമ്പർ ഓഫ് ആറ്റംസ്, molecules or ions collide simultaneously in order to bring out a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ കൂട്ടിയിടിക്കേണ്ട ആറ്റംസിന്റെയോ മോളിക്യൂൾസിന്റെയോ അയോൺസിന്റെയോ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാരിറ്റി എന്ന് വിളിക്കും. ഒരു റിയാക്ഷൻ നടക്കുന്നതിന് എന്ത് ചെയ്യുന്നു? കൂട്ടിയിടിക്കേണ്ട ആറ്റങ്ങളുടെയോ മോളിക്യൂൾസിന്റെയോ അയോൺസിന്റെയോ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാരിറ്റി. സോ മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന കൂട്ടിയിടിക്കുന്ന റിയാക്റ്റീവ് സ്പീഷീസിന്റെ എണ്ണമല്ലേ? സോ അതുകൊണ്ട് തന്നെ മോളിക്കുലാരിറ്റി എപ്പോഴും എന്തായിരിക്കും? ഹോൾ നമ്പർ ആയിരിക്കും. ഒരിക്കലും സീറോയോ ഫ്രാക്ഷണൽ നമ്പറോ ആകില്ല. മോളിക്കുലാരിറ്റി എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. പിന്നെ ഒരു റിയാക്ഷൻ നടക്കുമ്പോ എത്ര മോളിക്യൂൾ കൂട്ടിയിടിക്കുന്നു നമുക്ക് ആ എക്സ്പെരിമെന്റ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല. നമുക്ക് കാണാൻ കഴിയില്ല എത്ര മോളിക്യൂൾസ് ആണ് കൂട്ടിയിടിക്കുന്നതെന്ന്. സോ അതുകൊണ്ട് തന്നെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. എക്സ്പെരിമെന്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. അത് ഒരു എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് അല്ല. നെക്സ്റ്റ് വൺ, മോളിക്കുലാരിറ്റി നമുക്ക് എന്ത് പറഞ്ഞു തരില്ല? റിയാക്ഷന്റെ മെക്കാനിസത്തിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും പറഞ്ഞു തരില്ല. മോളിക്കുലാരിറ്റി ഡു നോട്ട് ഗീവ് എനി ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. ഒരു റിയാക്ഷന്റെ മെക്കാനിസത്തിനെ കുറിച്ച് അറിയാൻ മോളിക്കുലാരിറ്റി അറിഞ്ഞതുകൊണ്ട് നമുക്ക് പറ്റുകയില്ല. ആൻഡ് ലാസ്റ്റ് വൺ, മോളിക്കുലാരിറ്റി ഈസ് ആപ്ലിക്കബിൾ ടു എലിമെന്ററി റിയാക്ഷൻ ഓൺലി. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ആരുടെ കേസിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ? എലിമെന്ററി റിയാക്ഷൻ. എന്താ എലിമെന്ററി റിയാക്ഷൻ? എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ വൺ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനാണ് എന്ന് വിളിക്കുന്നത് എലിമെന്ററി റിയാക്ഷൻ. അവിടെ മാത്രമേ നമുക്ക് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ വിളിച്ച പേര് കോംപ്ലക്സ് റിയാക്ഷൻ എന്നാണ്. കോംപ്ലക്സ് റിയാക്ഷന്റെ കേസില് നമുക്ക് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. മോളിക്കുലാരിറ്റി ഹാസ് നോ മീനിങ് ഇൻ കേസ് ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻ. അതാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താ മോളിക്കുലാരിറ്റി? മോളിക്കുലാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് atoms, molecules or ions collide simultaneously in order to bring out a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ കൂട്ടിയിടിക്കേണ്ട ആറ്റങ്ങളുടെയോ മോളിക്യൂൾസിന്റെയോ അയോൺസിന്റെയോ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാരിറ്റി എന്ന് വിളിക്കും. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പറാണ്. ഒരിക്കലും കൂട്ടിയിടിക്കേണ്ട അയോണുകളുടെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ മോളിക്യൂളുടെ എണ്ണം ഫ്രാക്ഷൻ നമ്പർ ആകില്ല, സീറോയും ആകില്ല. സോ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോൾ നമ്പറാണ്. ഇനി നമുക്കൊരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കിയിട്ട് എത്ര മോളിക്യൂൾ കൂട്ടിയിടിക്കുന്നു എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുകയില്ല. സോ അതുകൊണ്ട് തന്നെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. മോളിക്കുലാരിറ്റി ഈസ് എ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. ഇനി മോളിക്കുലാരിറ്റി നമുക്ക് എന്ത് പറഞ്ഞു തരില്ല? ഒരു റിയാക്ഷന്റെ മെക്കാനിസത്തിനെ കുറിച്ച് ഒരു ഐഡിയയും പറഞ്ഞു തരില്ല. മോളിക്കുലാരിറ്റി ഡു നോട്ട് ഗീവ് എനി ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. ആൻഡ് ലാസ്റ്റ് വൺ, മോളിക്കുലാരിറ്റി ഈസ് ആപ്ലിക്കബിൾ ടു എലിമെന്ററി റിയാക്ഷൻസ് ഓൺലി. ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിന് മാത്രമേ നമുക്ക് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ കോംപ്ലക്സ് റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. കോംപ്ലക്സ് റിയാക്ഷന്റെ കേസിൽ മോളിക്കുലാരിറ്റിക്ക് യാതൊരു മീനിങ്ങും ഇല്ല. എലിമെന്ററി റിയാക്ഷന്റെ കേസിൽ മാത്രമേ നമുക്ക് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ ഒരു റിയാക്ഷൻ നടക്കാൻ കൂട്ടിയിടിക്കേണ്ട ആറ്റങ്ങളുടെയോ മോളിക്യൂൾസിന്റെയോ അയോൺസിന്റെയോ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. സോ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കാൻ കൂട്ടിയിടിക്കേണ്ട ആറ്റങ്ങളുടെയോ മോളിക്യൂൾസിന്റെയോ അയോൺസിന്റെയോ എണ്ണമാണ് നമുക്കറിയാം.
സോ അപ്പൊ നമ്മളിതാ ഒരു റിയാക്ഷൻ നോക്കി. NH4NO2 gives N2 plus 2H2O. ഈ റിയാക്ഷനിൽ എത്ര റിയാക്ടിംഗ് സ്പീഷീസ് ഉണ്ട്? ഇതൊരു യൂണിമോളിക്കുലർ റിയാക്ഷൻ, ഒറ്റ ടൈപ്പ് മോളിക്യൂളേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഇത് ഒരു യൂണിമോളിക്കുലർ റിയാക്ഷൻ ആണ്. ഒരു റിയാക്ടിംഗ് ഒറ്റ ടൈപ്പ് റിയാക്ടിംഗ് സ്പീഷീസ് മാത്രമേ ഉള്ളൂ. സോ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 1 ആണ്. എന്നാൽ നമ്മൾ ഈ റിയാക്ഷൻ എടുത്തു. 2HA gives H2 plus I2. 2HA gives H2 plus I2. ഇവിടെ നോക്കിയേ, HI എത്ര മോളിക്യൂൾ ഉണ്ട്? 2 മോളിക്യൂൾ HI ഉണ്ട്. സോ ഇത് ഒരു ബൈമോളിക്കുലർ റിയാക്ഷൻ ആണ്. സോ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഇത് ഒരു ബൈമോളിക്കുലർ റിയാക്ഷൻ ആണ്. സോ മോളിക്കുലാരിറ്റി ഈസ് 2. ആൻഡ് അനദർ വൺ, 2NO plus O2 gives 2NO2. എത്ര റിയാക്ടിംഗ് സ്പീഷീസ് ഉണ്ട്? 2 NOയും 1 ഓക്സിജനും. സോ 3 എന്താ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നുണ്ട്. സോ മോളിക്കുലാരിറ്റി ഈസ് ഈക്വൽ ടു 3. ഇങ്ങനാണ് നമ്മൾ മോളിക്കുലാരിറ്റി ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്, എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് അല്ല. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഇതൊരു യൂണിമോളിക്കുലർ റിയാക്ഷൻ. സോ മോളിക്കുലാരിറ്റി 1. ഇത് ബൈമോളിക്കുലർ റിയാക്ഷൻ, 2 മോളിക്യൂൾ കൊളൈഡ് ചെയ്യുന്നുണ്ട്. സോ മോളിക്കുലാരിറ്റി 2. ഇത് 3 മോളിക്യൂൾ കൊളൈഡ് ചെയ്യുന്നുണ്ട്. സോ മോളിക്കുലാരിറ്റി 3. 3നേക്കാൾ കൂടുതൽ മോളിക്കുലാരിറ്റി ഉള്ള റിയാക്ഷൻ സാധാരണയായി കാണപ്പെടുകയില്ല. മാക്സിമം 3 വരെ മോളിക്കുലാരിറ്റി ഉള്ള, അതായത് ട്രൈ മോളിക്കുലർ റിയാക്ഷൻ വരെയാണ് സാധാരണയായി കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ചില റിയാക്ഷൻ എടുക്കുമ്പോൾ എന്താ ഇവിടെ 2, 3 അങ്ങനെ കൂടുതലുള്ള ഇക്വേഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ എങ്ങനെ മോളിക്കുലാരിറ്റി എന്നൊരു സംശയം ഉണ്ടാകും. 3ൽ കൂടുതൽ മോളിക്കുലാരിറ്റി വരുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് റിയാക്ഷൻസ് ആയിരിക്കും സാധാരണയായി. അത് 1ൽ കൂടുതൽ സ്റ്റെപ്പിലായിരിക്കും നടക്കുന്നത്. അവിടെ മോളിക്കുലാരിറ്റിക്ക് മീനിങ് ഇല്ല. അപ്പോ മാക്സിമം മോളിക്കുലാരിറ്റി 3 വരെയുള്ള റിയാക്ഷൻസ് ആണ് സാധാരണ കാണപ്പെടുന്നത്. അതിനേക്കാൾ കൂടുതൽ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് പല പല സ്റ്റെപ്പുകളിലായിരിക്കും നടക്കുന്നത്. സോ അതുകൊണ്ട് അവിടെ മോളിക്കുലർ അങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ കോംപ്ലക്സ് റിയാക്ഷൻസ് എന്നാണ് വിളിച്ചത്. 3ൽ കൂടുതൽ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്ന റിയാക്ഷൻസിന് കോംപ്ലക്സ് റിയാക്ഷൻസ് ആണ്. അത് അവിടെ മോളിക്കുലാരിറ്റി യാതൊരു മീനിങ്ങും ഇല്ല. സോ അപ്പൊ മാക്സിമം മോളിക്കുലാരിറ്റി 3 വരെയുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. 3നേക്കാൾ കൂടുതൽ മോളിക്യൂൾ കൊളൈഡ് ചെയ്യുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് പല പല സ്റ്റെപ്പിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. അവിടെ മോളിക്കുലാരിറ്റിക്ക് മീനിങ് ഇല്ല. കാരണം മോളിക്കുലാരിറ്റി ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ എലിമെന്ററി റിയാക്ഷൻ. അടുത്ത് നമ്മൾ ഓർഡറും മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. എന്താ ഓർഡർ എന്ന് പറയുന്നത്? ഓർഡർ ഈസ് ദി സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലാ എക്സ്പ്രഷൻ. റേറ്റ് ലാ എക്സ്പ്രഷനില് കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിച്ചത്. എന്നാൽ എന്താണ് മോളിക്കുലാരിറ്റി? നമ്പർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ് കൊളൈഡ് സൈമിൾട്ടേനിയസ്ലി ടു ബ്രിങ് ഔട്ട് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ കൂട്ടിയിടിക്കേണ്ട മോളിക്യൂൾസിന്റെയോ ആറ്റംസിന്റെയോ അയോൺസിന്റെയോ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ഓർഡർ റേറ്റ് ലാ എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മാണ്. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കാൻ കൂട്ടിയിടിക്കേണ്ട ആറ്റങ്ങളുടെയോ മോളിക്യൂൾസിന്റെയോ അയോൺസിന്റെയോ എണ്ണമാണ്. ആൻഡ് സെക്കൻഡ്, ഓർഡർ എന്താകാം? 0 ആകാം, ഹോൾ നമ്പർ ആകാം, ഫ്രാക്ഷണൽ നമ്പറും ആകാം. ഓർഡർ 0 ആകാം, ഹോൾ നമ്പർ ആകാം, ഫ്രാക്ഷണൽ നമ്പറും ആകാം. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പറാണ്. മോളിക്കുലാരിറ്റി എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. ഓർഡർ 0യോ ഫ്രാക്ഷൻ നമ്പറോ ഹോൾ നമ്പറോ ആകാം. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. ആൻഡ് തേർഡ് വൺ, ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. നമ്മൾ റിയാക്ഷൻ ചെയ്ത് നോക്കിയാലേ നമുക്ക് എക്സ് വൈ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന്റെ സമ്മല്ലേ ഓർഡർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓർഡർ ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. റിയാക്ഷൻ നടത്തി നോക്കിയിട്ട് നമുക്ക് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ഇക്വേഷൻ എഴുതാൻ നമ്മൾ അതിൽ നിന്ന് മോളിക്കുലാരിറ്റി കണ്ടുപിടിച്ചേ. സോ അതുകൊണ്ട് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ആൻഡ് ഫോർത്ത് വൺ,
ഓർഡർ നമുക്ക് എന്ത് പറഞ്ഞു തരും? റിയാക്ഷന്റെ മെക്കാനിസത്തിനെ കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞു തരും. ഓർഡർ ഗീവ്സ് ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. എന്നാൽ മോളിക്കുലാരിറ്റി നമുക്ക് എന്ത് പറഞ്ഞു തരില്ല? റിയാക്ഷന്റെ മെക്കാനിസത്തിനെ കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞു തരില്ല. ഇറ്റ് ഡസ് നോട്ട് ഗീവ് ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. റിയാക്ഷന്റെ മെക്കാനിസത്തിനെ കുറിച്ച് നമുക്ക് മോളിക്കുലാരിറ്റി ഒന്നും പറഞ്ഞു തരികയില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഓർഡർ ഏതിനൊക്കെ ആപ്ലിക്കബിൾ ആണ്? എലിമെന്ററിയും കോംപ്ലക്സ് റിയാക്ഷനും. ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനും ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓർഡർ കണ്ടുപിടിക്കാം. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് വിളിച്ച്, കോംപ്ലക്സ് റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് ഏതാണ്? അതിലെ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, അതാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അതിന്റെ ഓർഡറാണ് ആ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് എലിമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ മോളിക്കുലാരിറ്റി ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ എലിമെന്ററി റിയാക്ഷൻ. ഒരു സ്റ്റെപ്പ് നടക്കുന്ന റിയാക്ഷൻ മാത്രമേ നമുക്ക് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡർ എന്ന് പറയുന്നത് റേറ്റ് ലോ എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടൈംസിന്റെ പവറിന്റെ സമ്മാണ് ഓർഡർ എന്ന് പറയുന്നത്. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കാൻ വേണ്ടി കൂട്ടിയിടിക്കേണ്ട ആറ്റങ്ങളുടെയോ മോളിക്യൂൾസിന്റെയോ അയോൺസിന്റെയോ എണ്ണമാണ്. ഇനി ഓർഡർ 0 ആകാം, ഹോൾ നമ്പർ ആകാം, ഫ്രാക്ഷൻ നമ്പർ ആകാം. എന്നാൽ മോളിക്കുലാരിറ്റി എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കും. പിന്നെ ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. പിന്നെ ഓർഡർ നമുക്ക് റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞു തരും. എന്നാൽ മോളിക്കുലാരിറ്റി റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ച് നമുക്കൊന്നും പറഞ്ഞു തരില്ല. ഇനി ഓർഡർ എന്ന് പറയുന്നത് എലിമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും ആപ്ലിക്കബിൾ ആണ്. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എലിമെന്ററി റിയാക്ഷൻ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഇതാണ് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ കുറിച്ചാണ്. 2 മാർക്കിന് പരീക്ഷയ്ക്ക് എഴുതാൻ ചോദിക്കുന്ന ഒരു പാർട്ടാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇവിടെ റിയാക്ഷൻ ഉണ്ട്. C2H22O11 എന്ന് പറഞ്ഞാൽ എന്താ? കെയിൻ ഷുഗർ അല്ലെ? ഷുഗറിന്റെ ഹൈഡ്രോളിസിസ് ആണ്. ഷുഗറിന്റെ ഹൈഡ്രോളിസിസ് നടന്നപ്പോ C6H12O6 കിട്ടി, C6H12O6 ഗ്ലൂക്കോസും കിട്ടി, ഫ്രക്ടോസും കിട്ടി. സൂക്രോസ് അതാണ് കെയിൻ ഷുഗർ. ഹൈഡ്രോളിസിസ് നടന്നപ്പോ ഗ്ലൂക്കോസും കിട്ടി, ഫ്രക്ടോസും കിട്ടി. അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ ഒന്ന് എഴുതി നോക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു K into molar concentration of C12H22O11 into molar concentration of H2O. Rate is equal to K into molar concentration of C12H22O11 into molar concentration of H2O. അപ്പൊ നമുക്കിത് കാണുമ്പോ ഈ റിയാക്ഷന്റെ റേറ്റ് എത്രയാണെന്ന് തോന്നും? ഇവിടെ പവർ 1, ഇവിടെ പവർ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഏറ്റവും കുറഞ്ഞത് നമുക്ക് എത്രയെന്ന് തോന്നും? 2 എന്ന് തോന്നും. ഇത് കാണുമ്പോൾ ഇതിന്റെ ഓർഡർ നമുക്ക് 2 ആയിരിക്കും. ഏറ്റവും കുറഞ്ഞ എന്തായാലും 2 ആണ് എന്ന് നമുക്ക് തോന്നാം. നമ്മൾ ഇതിന്റെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. ആദ്യം എന്താ? സൂക്രോസിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ചേഞ്ച് ചെയ്തിട്ട് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തില്ല, അളവ് ചേഞ്ച് ചെയ്യുന്നില്ല. സൂക്രോസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. അപ്പോൾ റേറ്റും ഡബിൾ ആയി. സൂക്രോസിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റ് ഡബിൾ ആയി. ദാറ്റ് മീൻസ് സൂക്രോസിന്റെ ഏത് പവറാ? ഫസ്റ്റ് പവർ ആണ്. സൂക്രോസിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റ് ഡബിൾ ആയി. സോ സൂക്രോസിന്റെ പവർ എത്രയാ? ഫസ്റ്റ് പവർ ആണ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഫസ്റ്റ് പവർ. ഓക്കെ, അത് ക്ലിയർ ആയി. അടുത്ത് നമ്മൾ എന്താ ചെയ്തത്? സൂക്രോസിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, വാട്ടർ ചേഞ്ച് ചെയ്തു. സൂക്രോസിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് വാട്ടർ ചേഞ്ച് ചെയ്തു. പക്ഷേ റേറ്റിൽ ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. വാട്ടർ നമ്മൾ ചേഞ്ച് ചെയ്തപ്പോ റിയാക്ഷന്റെ റേറ്റില് യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാകുന്നില്ല. ദാറ്റ് മീൻസ് വാട്ടർ എന്ത് ചെയ്യുന്നില്ല? ഈ റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്നില്ല. സോ അപ്പോ അതിന്റെ പവർ എന്താവും? 0 ആകും. കാരണം വാട്ടറിന്റെ അളവ് എന്ത് ചെയ്യുന്നില്ല? കോൺസെൻട്രേഷൻ ഈ റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്നില്ല. അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കിയേ?
സുക്രോസിന്റെ അളവ് കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ വാട്ടറിനെ ചേഞ്ച് ചെയ്തപ്പോ റിയാക്ഷന്റെ റേറ്റ് മാറുന്നില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ റിയാക്ഷന്റെ റേറ്റിനെ ആര് അഫക്ട് ചെയ്യുന്നില്ല? വാട്ടർ അഫക്ട് ചെയ്യുന്നില്ല. അപ്പോ കറക്റ്റ് റേറ്റ് എങ്ങനെ വരും? റേറ്റ് ഈസ് ഈക്വൽ ടു K into molar concentration of C12H22O11 raised to 1. ഇവിടെ വാട്ടർ ഈ റിയാക്ഷൻ റേറ്റിലെ എക്സ്പ്രഷനിൽ ഇല്ല. ദാറ്റ് മീൻസ് ഈ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. ഈ റിയാക്ഷൻ കണ്ടപ്പോ നമ്മൾ എന്താ വിചാരിച്ച്? ഇത് എന്തായാലും ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എങ്കിലും ആകാം എന്നാണ് നമ്മൾ കരുതിയത്. ബട്ട് ആക്ച്വലി ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ എന്താ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഒരു റിയാക്ഷൻ നമ്മൾ കാണുമ്പോൾ അത് ഹയർ ഓർഡർ ആണെന്ന് തോന്നും. ബട്ട് ആക്ച്വലി ഇറ്റ് ഫോളോസ് എ ലോവർ ഓർഡർ. ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്കത് ഹയർ ഓർഡർ ആണെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി അത് ഏത് ഓർഡർ റിയാക്ഷനാ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആ റിയാക്ഷൻ നമുക്ക് കാണുമ്പോൾ അതൊരു ഹയർ ഓർഡർ റിയാക്ഷൻ ആണെന്ന് തോന്നും. ബട്ട് ആക്ച്വലി ഇറ്റ് ഫോളോസ് എ ഫസ്റ്റ് ഓർഡർ. അതാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് കൂടിയ ഓർഡർ ആണെന്ന് തോന്നാം. പക്ഷെ ആക്ച്വലി അത് എന്താണ്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ ഫോർ സുക്രോസ്. സൂക്രോസ് ഹൈഡ്രോളിസിന് എഴുതുമ്പോൾ അവിടെ 2 റിയാക്ടർ ഉണ്ട്, സൂക്രോസും വാട്ടറും. എന്നാൽ ഈ റിയാക്ഷന്റെ റേറ്റിനെ ആര് അഫക്ട് ചെയ്യുന്നില്ല? വാട്ടർ അഫക്ട് ചെയ്യുന്നില്ല. സോ ഇതെന്തായി പോവും? പവർ 0. അപ്പൊ ഇത് 1 ആകും. സോ അപ്പൊ ഈ റിയാക്ഷന്റെ കറക്റ്റ് റേറ്റ് എക്സ്പ്രഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു K into molar concentration of C12H22O11 എന്നാണ്. ദാറ്റ് ഈസ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഇങ്ങനെയുള്ള റിയാക്ഷൻ വിളിക്കുന്ന പേരാ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്ക് റിയാക്ഷൻ കാണുമ്പോൾ കൂടിയ ഓർഡർ ആണ് തോന്നും. ബട്ട് ആക്ച്വലി ഇറ്റ് ഫോളോസ് എ ഫസ്റ്റ് ഓർഡർ. അടുത്ത മറ്റൊരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. ഇത് എക്സാമ്പിൾ 1. അടുത്ത എക്സാമ്പിൾ 2. CH3COO2H5. ഇതാരാണെന്ന് അറിയാമോ? എസ്റ്റർ ആണ്. എസ്റ്ററിന് ഹൈഡ്രോളിസിസ് നടക്കുന്നു. അപ്പോ ഒരു കാർബോക്സിലിക് ആസിഡും കിട്ടും, ഒരു ആൽക്കഹോളും കിട്ടും. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. എസ്റ്ററിന് ഹൈഡ്രോളിസിസ് നടക്കുക. അപ്പോ കാർബോക്സിലിക് ആസിഡും കിട്ടും, ആൽക്കഹോളും കിട്ടും. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ റിയാക്ഷന്റെ റേറ്റിനെ ഈ എസ്റ്ററും അഫക്ട് ചെയ്യും, വാട്ടറും അഫക്ട് ചെയ്യും നമുക്ക് തോന്നും. പക്ഷെ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ റിയാക്ഷന്റെ റേറ്റിനെ ആര് അഫക്ട് ചെയ്യില്ല? വാട്ടർ അഫക്ട് ചെയ്യില്ല. എന്നാൽ എസ്റ്ററിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഡബിൾ ആക്കിയാൽ റേറ്റും ഡബിൾ ആകും. ദാറ്റ് മീൻസ് എസ്റ്ററിന്റെ ഫസ്റ്റ് പവർ ആണ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. സോ അപ്പൊ ഇതിന്റെ റേറ്റിലെ എക്സ്പ്രഷൻ എങ്ങനെ വരും? റേറ്റ് ഈസ് ഈക്വൽ ടു K into molar concentration of CH3COO C2H5 raised to 1. സോ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഇത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. എന്നാൽ നമുക്ക് ഈ റിയാക്ഷൻ കണ്ടാൽ ഇത് ഒരു ഹയർ ഓർഡർ ആണെന്ന് തോന്നും. ബട്ട് ആക്ച്വലി ഇറ്റ് ഫോളോസ് എ ഫസ്റ്റ് ഓർഡർ. എ റിയാക്ഷൻ which appears to be higher order but actually it follows a lower order. അതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ കണ്ടാൽ നമുക്ക് കൂടിയ ഓർഡർ എന്ന് തോന്നും. പക്ഷെ ആക്ച്വലി അത് എന്തായിരിക്കും? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വയ്ക്കണം. ഒന്ന് ഹൈഡ്രോളിസിസ് ഓഫ് സുക്രോസ് ആൻഡ് അനദർ വൺ ഈസ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. ഇത് എക്സാമിന് വാട്ട് ഈസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നാ ചോദിക്കുക. അതിന്റെ കൂടെ നമ്മൾ എക്സാമ്പിൾ കൂടെ എഴുതാൻ നമ്മൾ 2 എക്സാമ്പിൾ പഠിച്ചു വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇതിന്റെ ഓർഡർ എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പൊ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ അത് കാണുമ്പോൾ നമുക്കതൊരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് കാണിച്ചത്? K എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് കാണിച്ചത്. നമ്മുടെ കയ്യിൽ ഇതാ ഒരു ഇക്വേഷൻ ഉണ്ട്. A നമ്പർ ഓഫ് A B നമ്പർ ഓഫ് ബിയുമായി ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പൊ അതിന്റെ റേറ്റിലെ എക്സ്പ്രഷൻ എങ്ങനെ വരും? റേറ്റ് ഈസ് ഈക്വൽ ടു K into
molar concentration of A raised to X into molar concentration of B raised to Y ആണ്. ഓക്കെ, സോ ഈ X plus Y നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വിളിച്ച് ഓർഡർ എന്ന് വിളിച്ചത്. ഈ റേറ്റിലെ എക്സ്പ്രഷനില് ആ X plus Y നമ്മൾ എന്താ വിളിക്കുന്നത് ഓർഡർ. അപ്പൊ ശരിക്കും നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് റൈസ് ടു ഓർഡർ എന്ന് എഴുതിക്കൂടെ? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് റൈസ് ടു ഓർഡർ എന്ന് എഴുതിക്കൂടെ? അങ്ങനെ നമുക്ക് ജനറലി എഴുതാം. അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറിയിരിക്കുന്നത്. സോ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് റൈസ് ടു ഓർഡർ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് K എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുന്നേ? K ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് റൈസ് ടു ഓർഡർ. ശരിയല്ലേ? റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുന്നു. സോ റേറ്റിലെ എക്സ്പ്രഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് റൈസ് ടു ഓർഡർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് K എങ്ങനെ കിട്ടും? K ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് റൈസ് ടു ഓർഡർ എന്ന് വരും. ക്ലിയർ? നമുക്ക് നോക്കാം K യുടെ യൂണിറ്റ് എന്താണ് എന്ന് നോക്കാം. റേറ്റിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. റിയാക്ഷന്റെ റേറ്റിന്റെ യൂണിറ്റ് എന്തായിരുന്നു? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ് അല്ലെ? റേറ്റിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇനി ഇതെന്താ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ ഇൻവേഴ്സ് റൈസ് ടു എന്ത് വന്നു? ഓർഡർ. സോ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുന്നു. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് റൈസ് ടു ഓർഡർ. അതിൽ നമ്മൾ K കണ്ടുപിടിച്ചു. K ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് റൈസ് ടു ഓർഡർ. ഇനി റേറ്റിന്റെ യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ്. റിയാക്ടന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഈ ഓർഡർ ഞാൻ ഇവിടെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ റിയാക്ഷന്റെ ആയിട്ട് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? K കണ്ടുപിടിക്കാനുള്ള യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ ഇൻവേഴ്സ് റൈസ് ടു ഓർഡർ എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് ഞാൻ ഓരോ ഓർഡർ ഉള്ള റിയാക്ഷന്റെയും എന്താ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. നോക്കാം, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? K കണ്ടുപിടിക്കാനുള്ളത് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ ഇൻവേഴ്സ് റൈസ് ടു ഓർഡർ എന്നാ. ഞാൻ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ എടുക്കുകയാണ്. സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ എങ്ങനെ വരും? K ഈസ് ഈക്വൽ ടു മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ ഇൻവേഴ്സ് റൈസ് ടു ഓർഡറിന്റെ സ്ഥലത്ത് എത്രയാവും? സീറോ. റിയാക്ഷൻ ഓർഡർ സീറോ ആയതുകൊണ്ട് ആ ഓർഡറിന്റെ സ്ഥലത്ത് എന്ത് കൊടുത്തു? സീറോ കൊടുത്തു. അപ്പൊ മോൾ ലിറ്റർ ഇൻവേഴ്സ് റൈസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എത്രയാവും? പവർ സീറോ വന്നാൽ അത് ഒന്നാകും. അപ്പൊ ഇത് ഒന്നാവുമ്പോ K യുടെ യൂണിറ്റ് എന്ത് വരും? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. എങ്ങനെ കിട്ടിയ? ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. K ഈസ് ഈക്വൽ ടു മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ ഇൻവേഴ്സ് റൈസ് ടു ഓർഡർ എന്നാണ്. സീറോ ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ ഈ ഓർഡറിന്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തു? സീറോ കൊടുത്തു. പവർ സീറോ ആയപ്പോൾ അത് ഒന്നായി പോയി. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്ത് കിട്ടി? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇത് ഒരു സീറോ ഓർഡറിന്റെ കേസാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എടുക്കുകയാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ K ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ ഇൻവേഴ്സ് റൈസ് ടു ഓർഡറിന്റെ സ്ഥലത്ത് എത്രയെന്ന് കൊടുക്കും? 1 എന്ന് കൊടുക്കും. ഓർഡറിന്റെ സ്ഥലത്ത് 1 എന്ന് കൊടുക്കും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇവിടെ ഓർഡറിന്റെ സ്ഥലത്ത് 1 എന്ന് കൊടുക്കും. അപ്പോഴെന്താ സംഭവിക്കുക? ഈ മോളും ഈ മോളും വെട്ടിപ്പോവും.
ഈ ലിറ്റർ ഇൻവേഴ്സും വെട്ടിപ്പോവും. സോ യൂണിറ്റ് ഈസ് സെക്കൻഡ് ഇൻവേഴ്സ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. എങ്ങനെ കിട്ടിയേ? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ ഇൻവേഴ്സ് റൈസ് ടു ഓർഡറിന്റെ സ്ഥലത്ത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ആയപ്പോ 1 കൊടുത്തു. അപ്പൊ ഈ മോൾ ലിറ്റർ ഇൻവേഴ്സും വെട്ടിപ്പോയി. അപ്പൊ ബാക്കി ആരാ ഉള്ളേ? സെക്കൻഡ് ഇൻവേഴ്സ്. സോ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ നോക്കാം. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ K is equal to mole liter inverse second inverse by mole liter inverse raise to second order ആകുമ്പോൾ ഇവിടെ എത്ര എഴുതും? ഓർഡറിന്റെ സ്ഥലത്ത് 2 എന്ന് എഴുതും. അപ്പോഴെന്താ സംഭവിക്കും? ഇവിടെ മോൾ ലിറ്റർ ഇൻവേഴ്സ് 2 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം ഇതുമായി ക്യാൻസൽ ആയി പോകും മോളുമായിട്ട്. പിന്നെ ബാക്കി എന്താ ഉള്ളത്? സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് വരും. ഇവിടെ ഉള്ള ഒരു മോൾ ലിറ്റർ ഇൻവേഴ്സ് ഇവിടെ ക്യാൻസൽ ആയി. അപ്പോ സെക്കൻഡ് ഇൻവേഴ്സ് മോളിലുണ്ട്. താഴെ ഇനി ഒരു മോൾ ലിറ്റർ ഇൻവേഴ്സ് ഉണ്ട്. ഈ മോളിൽ പോകുമ്പോൾ എന്തായി മാറും? മോൾ ഇൻവേഴ്സ്. ലിറ്റർ ഇൻവേഴ്സ് മോളിൽ പോകുമ്പോൾ എന്തായി മാറും? ലിറ്റർ ആയി മാറും. സെക്കൻഡ് ഇൻവേഴ്സ് അവിടെ ഉണ്ട്. സോ യൂണിറ്റ് ഈസ് ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ ഇൻവേഴ്സ് റൈസ് ടു ഓർഡർ സ്ഥലത്ത് 2 കൊടുക്കും. അപ്പൊ ഇതിൽ നിന്നൊരു മോൾ ലിറ്റർ ഇൻവേഴ്സും കട്ട് ചെയ്ത് പോവും. പിന്നെ സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ താഴെ ഒരു മോൾ ലിറ്റർ ഇൻവേഴ്സ് ഉണ്ട്. മോള് ന്യൂമറേറ്റർ പോകുമ്പോൾ മോൾ ഇൻവേഴ്സ്, ലിറ്റർ ഇൻവേഴ്സ് ന്യൂമറേറ്റർ പോകുമ്പോൾ ലിറ്റർ, സെക്കൻഡ് ഇൻവേഴ്സ് അവിടെ ചേർത്ത് എഴുതുമ്പോൾ ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് എന്ത് ചെയ്യുന്നത്? യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താ? യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഫസ്റ്റ് ഓർഡറിന്റേത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. സെക്കൻഡ് ഓർഡറിന്റേത് ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. നിങ്ങൾ നോക്കി, സീറോ ഓർഡറും സെക്കൻഡ് ഓർഡറും നമ്മൾ വ്യത്യാസം എന്താ? സീറോ ഓർഡറില് ലിറ്ററിനാണ് ഇൻവേഴ്സ്, മോള് +1 ലിറ്ററിനാണ് ഇൻവേഴ്സ്. അതിനെ ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ, ലിറ്ററിന്റെ ഇൻവേഴ്സ് എടുത്ത് മോളിലിട്ട് കൊടുത്താൽ ആരെയായി? സെക്കൻഡ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് ആയി. സോ ഫസ്റ്റ് ഓർഡറിന് സീറോ ഓർഡറിന് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്, ഫസ്റ്റ് ഓർഡറിന് സെക്കൻഡ് ഇൻവേഴ്സ്, പിന്നെ സെക്കൻഡ് ഓർഡറിന് ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇത് നമ്മൾ കാണാതെ പഠിക്കണമെന്നില്ല. ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ ഓർഡർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇത് മൂന്ന് റേറ്റ് ഓർഡർ റിയാക്ഷന്റെയും റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 1 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐഡന്റിഫൈ ദ റിയാക്ഷൻ ഓർഡർ ഫ്രം ഈച്ച് ഓഫ് ഫോളോയിങ് റേറ്റ് കോൺസ്റ്റന്റ്. താഴെ തന്നിരിക്കുന്ന റേറ്റ് കോൺസ്റ്റന്റുകളിൽ നിന്നും ആ റിയാക്ഷന്റെ ഓർഡർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റേറ്റ് കോൺസ്റ്റന്റ് K is equal to 2.3 into 10⁻⁻5 ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. K is equal to 2.3 into 10⁻⁵ ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. നമ്മൾ ഇവിടെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി കെയുടെ വാല്യൂ അല്ല നോക്കേണ്ടത്, പകരം യൂണിറ്റ് നോക്കുക. യൂണിറ്റ് എന്താ കിടക്കുന്നേ? ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റ് ആണ്? സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ആണ്. സോ ഈ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. യൂണിറ്റ് നോക്കുക. ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ആണ്. സോ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. K is equal to 3 into 10⁻⁻4 സെക്കൻഡ് ഇൻവേഴ്സ്. ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. സെക്കൻഡ് ഇൻവേഴ്സ് ആരുടെ യൂണിറ്റ് ആണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ആണ്. സോ ഓർഡർ ഈസ് ഈക്വൽ ടു 1 ആണ്. സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ആണ്. സോ ഓർഡർ 1 ആണ്. ഇങ്ങനെ കെയുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ വില തന്നിട്ട് അതിന്റെ എന്ത് ചെയ്യുന്നു? ഓർഡർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ആ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ അല്ല നോക്കേണ്ട, പകരം യൂണിറ്റ് നോക്കണം. യൂണിറ്റ് ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ,
സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സീറോ ഓർഡർ റിയാക്ഷൻ. സോ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് സീറോ ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഇൻവേഴ്സ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇങ്ങനെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് 1 മാർക്കിന് എക്സാമിന് ചോദിക്കും.